നമ്മള് കഴിഞ്ഞ ആഴ്ച റോമാലേഖനം 9 അധ്യായം 20 വരെയുള്ള വാക്യങ്ങൾ ചിന്തിച്ചിരുന്നു. 20-ാമത്തെ വാക്യത്തില് നാം ഇങ്ങനെ വായിച്ച, അയ്യോ മനുഷ്യ, ദൈവത്തോട് പ്രത്യുത്തരം പറയുന്ന നീ ആർ? ഞാനിങ്ങനെ ചിന്തിക്കുകയായിരുന്നു, നമ്മുടെ എല്ലാം ഒരു പ്രത്യേകത എന്ന് പറയുന്നത് വലിയ അളവിൽ നീളമുള്ളവരായിട്ടാണ് നമ്മൾ ഈ ലോകത്തിലേക്ക് വരുന്നത്. നമുക്കറിയാം, നിഗളികളോടുള്ള ബന്ധത്തിൽ 1 പത്രോസ് 5:5 നമ്മൾ വായിക്കും, ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുന്നു, താഴ്മയുള്ളവർക്കോ അവൻ കൃപ നൽകുന്നു. ദൈവത്തോടുള്ള ബന്ധത്തിൽ നമ്മൾ ദൈവത്തിന്റെ അടുക്കിലേക്ക് വരുമ്പോൾ ദൈവത്തിന്റെ സർവാധികാരത്തിന് കീഴടങ്ങാനുള്ള ഒരു മനസ്സില്ലാത്തവരായിട്ടാണ് നമ്മൾ വരുന്നെങ്കിൽ നമുക്ക് ദൈവത്തെ അറിയാനോ ഗ്രഹിക്കാനോ ദൈവത്തെ അനുഗമിക്കാനോ കഴിയത്തില്ല. മത്തായി 18 കർത്താവ് പറഞ്ഞു, ശിശുവിനെ പോലെ തന്നെത്താൻ താഴ്ത്തുന്നവനാണ് ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നത് എന്ന് പറയുമ്പം നമ്മുടെ മാനുഷികമായ ബുദ്ധി കൊണ്ടോ ജ്ഞാനം കൊണ്ടോ അറിവ് കൊണ്ടോ മനസ്സിലാക്കൽ കൊണ്ടോ ഒരിക്കലും ദൈവത്തിന്റെ അടുക്കിൽ എത്തിച്ചേരാനായിട്ട് കഴിയത്തില്ല. 1 കൊരിന്ത്യർ 2-ാം അധ്യായം നമ്മളത് വായിക്കുന്നുണ്ട്. എന്നാൽ പ്രാകൃത മനുഷ്യൻ ദൈവാത്മാവിന്റെ ഉപദേശം കൈക്കൊള്ളുന്നില്ല, അത് ആത്മീയമായിട്ട് വിവേചിക്കേണ്ടതാകിയാൽ അവന് പോഷത്വമാണ്. അതുകൊണ്ടാണ് ദൈവത്തിലേക്കുള്ള യാത്രയിൽ 1-ാമത്തെ പടിയായിട്ട് ദൈവം നമ്മളെ വീണ്ടും ജനിപ്പിക്കുന്നത്. വീണ്ടും ജനിച്ചു കഴിയുമ്പോൾ നമ്മൾ ആത്മാവിൽ വീണ്ടും ജനിക്കുന്നു. ആത്മാവിന്റെ പ്രത്യേകത അതെപ്പോഴും താഴ്മയുടെയും സൗമ്യതയുടെയും വഴിയിൽ സഞ്ചരിക്കുന്നതാണ്. കർത്താവ് തന്നെ കുറിച്ച് തന്നെ മത്തായി 11 പറഞ്ഞു, ഞാൻ സൗമ്യതയും താഴ്മയുള്ളവനാകിയാൽ എന്റെ നുകമേറ്റ് എന്നോട് പഠിപ്പിൻ, എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മൾ ദൈവത്തോടുള്ള ബന്ധത്തിൽ ദൈവത്തെങ്കിലേക്ക് വരുമ്പം നമ്മളൊരു താഴ്മയുടെ വഴിയിലല്ലെങ്കിൽ, അല്ലെങ്കിൽ ദൈവത്തിന്റെ സർവാധിപത്യത്തെ അംഗീകരിക്കാൻ നമുക്ക് മനസ്സില്ലെങ്കിൽ ദൈവത്തെ ഗ്രഹിക്കാൻ നമുക്ക് കഴിയത്തില്ല, ദൈവത്തെ അറിയാൻ നമുക്ക് കഴിയത്തില്ല. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതിന്റെ 18-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിച്ചിരുന്നത്, അങ്ങനെ തനിക്ക് മനസ്സുള്ളവരോട് അവന് കരുണ തോന്നുന്നു, തനിക്ക് മനസ്സുള്ളവരെ അവൻ കഠിനനാക്കുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ച് ദാനിയേൽ പ്രവചനത്തില് നെബൂഖദ്നേസർ പറഞ്ഞൊരു കാര്യം, അവന്റെ ഹൃദയത്തിൽ അവന് നിഗളം വന്നു. ആ നാഴികയിൽ തന്നെ ദൈവം അവനോട് സംസാരിച്ചു, അവനെ മനുഷ്യരുടെ ഇടയിൽ നീക്കിക്കളഞ്ഞു. അവസാനം അവൻ സ്വർഗത്തിലേക്ക് നോക്കുമ്പോഴാണ് അവന് തിരിച്ചു വരാനായിട്ട് കഴിഞ്ഞത്. അവിടെ അവന് ദൈവത്തെ സമ്പൂർണ്ണമായിട്ട് അംഗീകരിക്കുകയും തന്നെത്താൻ താഴ്ത്തുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിന്റെ വഴികളിൽ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഈ ഒരു താഴ്മയിൽ നിൽക്കാനുള്ള ഒരു പോരാട്ടം നമുക്ക് നിരന്തരമായിട്ട് ആവശ്യമുണ്ട്. എപ്പോഴൊക്കെ നമ്മൾ മുറിപ്പെടുന്നോ അസ്വസ്ഥപ്പെടുന്നോ അത് കാണിക്കുന്നത് നമ്മളിൽ നിഗളം ശക്തമാണെന്നുള്ളതാണ്. നിഗളമില്ലാത്ത ഒരാൾ ഒരിക്കലും മുറിപ്പെടത്തില്ല, അസ്വസ്ഥപ്പെടത്തില്ല. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മുറിപ്പെടുമ്പോൾ അസ്വസ്ഥപ്പെടുമ്പോൾ നമ്മുടെ ഉള്ളിൽ വലിയ അളവിൽ നിഗളമുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കി നമ്മളെ തന്നെ താഴ്ത്തുന്നിടത്താണ് ദൈവം സന്തോഷിക്കുകയും നമ്മളോട് ഇടപെടുകയും ചെയ്യാനായിട്ട് ഇടയായി തരുന്നത്. അതുകൊണ്ട് തന്നെ ദൈവത്തിന്റെ മുമ്പിൽ നമുക്ക് ഒത്തിരി ചോദ്യങ്ങളുണ്ടെങ്കിൽ അത് കാണിക്കുന്നത് നമ്മൾ നിഗളികളാണെന്നാണ്. ദൈവത്തെക്കുറിച്ചുള്ള ഒരു അറിവിലേക്ക് വരുമ്പം, ഒരു യഥാർത്ഥ ജ്ഞാനത്തിലേക്ക് വരുമ്പം
അങ്ങനെ വന്നിട്ടുള്ള എല്ലാവരും തങ്ങളെ തന്നെ താഴ്ത്തുന്ന നമുക്ക് കാണാനായിട്ട് കഴിയും. അവരെപ്പോഴാണോ ദൈവസന്നിധിയിൽ തങ്ങളെ തന്നെ താഴ്ത്തിയെ, ആ താഴ്ത്തി കഴിഞ്ഞതിന് ശേഷമാണ് ദൈവം അവരോട് തുടർന്ന് ഇടപെടുന്നത്. യോബിന്റെ പുസ്തകത്തിലൊക്കെ നമ്മളത് വായിക്കുന്ന കാര്യമാണ്. നാം നമ്മെ തന്നെ വിധിക്കുകയാണ്, നമുക്ക് ഈ സത്യങ്ങൾ കാണാനായിട്ട് കഴിയും. നമ്മളെ സംബന്ധിച്ചുള്ള സത്യങ്ങൾ, നിന്നെ പരീക്ഷിച്ച് നിന്റെ ഹൃദയത്തിലുള്ള നിന്നെ കാണിക്കാനെന്ന് ആവർത്തനം 8 നമ്മൾ വായിക്കുന്ന പോലെ, ഓരോ പരീക്ഷകളിലും നമ്മുടെ ഉള്ളിൽ എന്താണ് യഥാർത്ഥത്തിലുള്ളതെന്നുള്ളതിനെ കുറിച്ചുള്ളൊരു വെളിച്ചത്തിലേക്ക് ദൈവം നമ്മളെ നയിച്ചുകൊണ്ടേയിരിക്കും. നാം നമ്മെ തന്നെ താഴ്ത്തുകയും നമ്മളെ തന്നെ ശുദ്ധീകരിക്കുകയും ചെയ്യുന്ന അളവിൽ നമുക്ക് കൂടുതൽ ദൈവത്തെ അറിയാനായിട്ട് കഴിയും. ഇവിടെ തുടർന്ന് പറയുന്നു, മനഞ്ഞിരിക്കുന്നത് മനഞ്ഞവനോട് നീ എന്നെ ഇങ്ങനെ ചമച്ചെന്ന് ചോദിക്കുമോ? അല്ല, കുശവൻ അതേ പിണ്ടത്തിൽ നിന്ന് 21 വാക്യം, ഒരു പാത്രം മാനത്തിനും മറ്റൊരു പാത്രം അപമാനത്തിനും ഉണ്ടാക്കുവാൻ മണ്ണിന്മേൽ അധികാരമില്ലയോ? ലിവിംഗ് ബൈബിൾ അതിനെ വിശദീകരിക്കുമ്പോൾ അവിടെ ഇങ്ങനാണ് എഴുതിയിരിക്കുന്നത്, ഒരു കുശവന് വളരെ മനോഹരമായ തൻ്റെ ആവശ്യത്തിന് വേണ്ടി ഒരു ജാർ ഉണ്ടാക്കാൻ കഴിയുന്ന പോലെ തന്നെ തൻ്റെ വീട്ടിലെ വേസ്റ്റൊക്കെ ഇടാനായിട്ട് വേറൊരു പാത്രം ഉണ്ടാക്കാനായിട്ട് അവകാശമില്ലയോ? 21 വാക്യത്തിൽ അതാ പറയുന്നത്, കുശവൻ അതേ പിണ്ടത്തിൽ നിന്നൊരു പാത്രം മാനത്തിനും മറ്റൊരു പാത്രം അപമാനത്തിനും ഉണ്ടാക്കാൻ മണ്ണിന്മേൽ അധികാരമില്ലയോ? എന്നാൽ ദൈവം തന്റെ കോപം കാണിപ്പാനും ശക്തി വെളിപ്പെടുത്തുവാനും യഹൂദന്മാരിൽ നിന്ന് മാത്രമല്ല ജാതികളിൽ നിന്നും വിളിച്ച് തേജസ്സിനായി മുന്നൊരുക്കിയ കരുണാപാത്രങ്ങളായ നമ്മിൽ തന്റെ തേജസ്സിന്റെ ധനം വെളിപ്പെടുത്തുവാനും ഇച്ഛിച്ചിട്ട് നാശയോഗ്യമായ കോപപാത്രങ്ങളെ വളരെ ദീർഘക്ഷമയോടെ സഹിച്ചുവെങ്കിൽ എന്ത്? ഇവിടെ ദൈവത്തിന്റെ ഒരു പ്രത്യേകത നമുക്ക് കാണാനായിട്ട് കഴിയും. റോമാലേഖനത്തിൽ തന്നെ നമ്മൾ അത് പഠിച്ചപ്പം പ്രാഥമിക അധ്യായങ്ങളിൽ ആ ഒരു കാര്യം നമ്മൾ പഠിച്ചതാണ്. 2-ാമത്തെ അധ്യായത്തില് അതിന്റെ 4-ാമത്തെ വാക്യത്തിൽ ദൈവത്തിന്റെ ദയ നിന്നെ മാനസാന്തരത്തിലേക്ക് നടത്തുന്നറിയാതെ നീ അവന്റെ ദയ, ക്ഷമ, ദീർഘശാന്തി എന്നിവിടെ ഐശ്വര്യം നിരസിക്കുന്നുവോ? ദൈവത്തിന്റെ ദീർഘക്ഷമയുടെ പിമ്പിൽ ഒരു ഉദ്ദേശമുണ്ട്. അതാണ് നമ്മൾ കണ്ടെത്തേണ്ട ഒരു കാര്യം. ഇവിടെ അതാ പറഞ്ഞിരിക്കുന്നത്, നാശയോഗ്യമായ കോപപാത്രങ്ങളെ വളരെ ദീർഘക്ഷമയോടെ സഹിച്ചെങ്കിൽ ദൈവം എല്ലാ കാലത്തും ദീർഘക്ഷമയോട് മനുഷ്യനോട് ഇടപെട്ടിട്ടുള്ളൂ. നമ്മൾ പഠിക്കുമ്പോൾ നോഹകാലത്തിലാണേലും സോദം ഗോമോറയുടെ കാലഘട്ടത്തിലാണേലും അങ്ങനെയുള്ള എല്ലാ ചരിത്രങ്ങളോടുള്ള ബന്ധത്തിലും ദൈവം വളരെ കാലം കാത്തിരുന്ന് മുന്നറിയിപ്പുകൾ കൊടുത്തതിന് ശേഷമാണ് നിനവയോടുള്ള ബന്ധത്തിലും നമുക്കതറിയാം. അവർക്ക് അവസാനം വീണ്ടും ഒരവസരം കൂടെ കൊടുത്തിട്ടും അവർ മാനസാന്തരപ്പെടുന്നില്ലെങ്കിലാണ് അവരെ നശിപ്പിച്ചിട്ടുള്ളത്. പക്ഷെ പലപ്പോഴും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അങ്ങനത്തെ ഒരു ദീർഘക്ഷമ കാണിക്കാനായിട്ട് പലപ്പോഴും കഴിയാറില്ല. നമ്മൾ വളരെ പെട്ടെന്ന് വിധി പ്രഖ്യാപിക്കുന്നവരാണ്. നമുക്ക് കാണാനായിട്ട് വളരെ പെട്ടെന്ന് നമ്മൾ ചില നിഗമനങ്ങളിൽ എത്തിച്ചേരും. ഇത് ശരിയാവാൻ പോകുന്നില്ല, അല്ല ഇത് രക്ഷപ്പെടാൻ പോകുന്നില്ല. പക്ഷെ ദൈവം ഒരിക്കലും അങ്ങനല്ല ചെയ്യുന്നത്. ദൈവം വളരെ ദീർഘക്ഷമയോടെയാണ് എപ്പോഴും മനുഷ്യനോട് ഇടപെട്ടിരിക്കുന്നത്. അവിടെ 23-ാം വാക്യത്തില് യഹൂദന്മാരിൽ നിന്ന് മാത്രമല്ല ജാതികളിൽ നിന്നും വിളിച്ച് തേജസ്സിനായി മുന്നൊരുക്കിയ കർണപാത്രങ്ങളായ നമ്മിൽ. ദൈവം നമ്മളെ മുന്നമേ വിളിച്ചതിന്റെ ഉദ്ദേശം എഫെസ്യ ലേഖനത്തിൽ 2-ാം അധ്യായത്തിൽ നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചിരുന്നു. അതിന്റെ 6-ാമത്തെ വാക്യം, ക്രിസ്തുയേശുവിൽ നമ്മെക്കുറിച്ചുള്ള വാത്സല്യത്തിൽ തൻ്റെ കൃപയുടെ അത്യന്ത ധനത്തെ വരുംകാലങ്ങളിൽ കാണിക്കേണ്ടതിന്. ഇപ്പം കൃപ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്നുള്ളത് കാണിക്കേണ്ടതിനാണ് നമ്മളെ തിരഞ്ഞെടുത്തതെന്ന് നമ്മൾ വായിക്കുന്നു. അതുപോലെ ഈ റോമാലേഖനം ഇപ്പം നമ്മൾ വായിച്ചെടുത്ത് 9-ന്റെ 24 നമ്മൾ വായിക്കുന്നതും അത് തന്നെയാണ്. തൻ്റെ തേജസ്സിനായി മുന്നൊരുക്കിയ
തന്റെ തേജസ് വെളിപ്പെടുത്താൻ, തേജസ് കാണിക്കാനായിട്ട് മുന്നൊരുക്കിയ നമ്മിൽ തന്റെ തേജസ്സിന്റെ ധനം വെളിപ്പെടുത്തുവാൻ ഇച്ഛിച്ചിട്ട് നാശയോഗ്യമായ കോപാത്രങ്ങളെ വളരെ ദീർഘക്ഷമയോടെ സഹിച്ചുവെങ്കിൽ എന്ത്? തുടർന്ന് ഇതിനെക്കുറിച്ച് പറയുമ്പോൾ എന്റെ വിശദീകരണം, എന്റെ ജനമല്ലാത്തവരെ എന്റെ ജനമെന്നും പ്രിയല്ലാത്തവളെ പ്രിയ എന്ന് ഞാൻ വിളിക്കും. നിങ്ങൾ എന്റെ ജനമല്ല എന്നവരോട് പറഞ്ഞ ഇടത്തിൽ അവർ ജീവനുള്ള ദൈവത്തിന്റെ മക്കൾ എന്ന് വിളിക്കപ്പെടും. ഹോശേയ പ്രവചനം ഹോശേയ 1:10 നമ്മൾ ആ കാര്യം വായിക്കുന്നത്. ഇവിടെ എന്റെ ജനമല്ലാത്തവരെ എന്റെ ജനമെന്നും പ്രിയ അല്ലാത്തവളെ പ്രിയ എന്ന് ഞാൻ വിളിക്കും. നിങ്ങൾ എന്റെ ജനമല്ല എന്നവരോട് പറഞ്ഞ ഇടത്തിൽ അവർ ജീവനുള്ള ദൈവത്തിന്റെ മക്കളെന്ന് വിളിക്കപ്പെടും. അപ്പൊ നമ്മളോടുള്ള ബന്ധത്തിൽ നമ്മളെ കോപപാത്രങ്ങൾ എന്നാണ് വിളിച്ചിരുന്നത്. പക്ഷെ യഹൂദനോടുള്ള ബന്ധത്തിൽ ദൈവം ചെയ്തതുപോലെ തന്നെ ജാതികളിൽ നിന്നും ഒരു കൂട്ടത്തെ തിരഞ്ഞെടുക്കാനായിട്ട് ദൈവത്തിന് പ്രസാദം തോന്നി. തന്റെ തേജസ് വെളിപ്പെടുത്താനായിട്ട്, മാനപാത്രങ്ങളായിട്ട് രൂപാന്തരപ്പെടുത്താനായിട്ട് ദൈവത്തിന് പ്രസാദം തോന്നി. ഇന്ന് രാത്രി നമ്മൾ ദൈവസന്നിധിയിലായിരിക്കുമ്പം നമ്മൾ എത്ര പേരുടെ ഹൃദയങ്ങളിൽ ആ ഒരു ബോധ്യമുണ്ട്? തുടർന്ന് 27-ാം വാക്യത്തിൽ പറയുന്നു, യെശയ്യാവോ ഇസ്രയേലിനെ കുറിച്ച്, ഇസ്രയേൽ മക്കളുടെ എണ്ണം കടൽക്കരയിലെ മണൽ പോലെ ആയിരുന്നാലും ശേഷിപ്പത്രേ രക്ഷിക്കപ്പെടൂ. 1 കൊരിന്ത്യർ 10 നമ്മളത് വായിക്കുന്നുണ്ട്. ഒരു വലിയ കൂട്ടം മിസ്രയീമിൽ നിന്ന് ഇറങ്ങി പുറപ്പെട്ടിട്ടും കനാനിൽ വളരെ ചുരുക്കം പേരെ എത്തിച്ചേർന്നുള്ളൂ. ഇസ്രായേൽ മക്കളുടെ എണ്ണം കടൽക്കരയിലെ മണൽ പോലെ ആയിരുന്നാലും ശേഷിപ്പത്രേ രക്ഷിക്കപ്പെടത്തുള്ളൂ. നമ്മൾ കഴിഞ്ഞ ബൈബിൾ സ്റ്റഡി ചിന്തിച്ചതാണ്. 8-ാമത്തെ വാക്യത്തിൽ അതിന്റെ അർത്ഥം, ജഡപ്രകാരം ജനിച്ച മക്കളല്ല ദൈവത്തിന്റെ മക്കൾ, വാഗ്ദത്തപ്രകാരം ജനിച്ച മക്കളെ എത്ര സന്തതി എന്ന് എണ്ണുന്നു. ഇസ്രായേൽ മക്കളുടെ എണ്ണം കടൽക്കരയിലെ മണൽ പോലെ ആയിരുന്നാലും ശേഷിപ്പത്രേ രക്ഷിക്കപ്പെടത്തുള്ളൂ. ഇന്ന് ക്രിസ്ത്യാനികളെന്ന് വിളിക്കപ്പെടുന്ന ഒരു കോടിക്കണക്കിന് ആൾക്കാർ ലോകത്തുണ്ട്. പക്ഷെ ഇസ്രായേലിനോടുള്ള ബന്ധത്തിൽ നടന്ന പോലെ തന്നെ ഒരു ശേഷിപ്പ്, ഒരല്പജനം മാത്രമേ രക്ഷയിലേക്ക് വരത്തുള്ളൂ. അല്ലെ? നമുക്കറിയാം, ഇന്നത്തെ ക്രിസ്ത്യ ലോകത്താകമാനം 120 കോടി കത്തോലിക്കര് തന്നെയുണ്ടെന്നാ പറയുന്നത്. പിന്നെ മറ്റ് ക്രിസ്തീയ വിഭാഗങ്ങളിൽ പെട്ട കോടിക്കണക്കിന് ആൾക്കാരുണ്ട്. പക്ഷെ അവരിൽ നിന്നൊരു ശേഷിപ്പ്, ചുരുക്കം പേരെയാണ് ദൈവം തിരഞ്ഞെടുക്കുന്നത്. 6,3150 പേര് ഇസ്രായേലിൽ നിന്ന് പുറപ്പെട്ടതിലെ 2 പേരാണ് കനാനിൽ പ്രവേശിച്ചത്. നോഹയുടെ കാലഘട്ടത്തില് വലിയൊരു ജനസംഖ്യ ഉണ്ടായിരുന്നിടത്ത് 8 പേർക്ക് മാത്രമേ രക്ഷയുടെ അനുഭവത്തിലേക്ക് വരാൻ കഴിഞ്ഞുള്ളൂ. അപ്പൊ നമ്മളെ ആ ശേഷിപ്പായിട്ടാണ് ദൈവം തിരഞ്ഞെടുത്തത്. അത് തന്നെ ഒരു വലിയ യോഗ്യതയായിട്ട് നമ്മൾ കാണേണ്ട ആവശ്യമുണ്ട്. പക്ഷെ പലപ്പോഴും നമ്മൾ പാടുമ്പം ഇങ്ങനെയൊക്കെ പാടാറുണ്ട്, ഇത്ര മഹത്വമുള്ള പദവിയെ ഈ പുഴുക്കൾക്ക് അരുളാൻ എന്നൊക്കെ പാടുമെങ്കിലും നമ്മുടെ വ്യക്തിജീവിതത്തിൽ അതിന്റെ മഹത്വം പലപ്പോഴും നമ്മൾ തിരിച്ചറിയുകയോ അതിനെ ഉൾക്കൊള്ളാനായിട്ട് നമുക്ക് കഴിയുകയോ ചെയ്യാറില്ല. നമ്മൾ ഈ ദൈവത്തെ കൂടുതൽ അടുത്തറിയാൻ തുടങ്ങുമ്പോഴാണ്, വ്യക്തിപരമായിട്ട് ദൈവത്തെ അറിയാൻ തുടങ്ങുമ്പോഴാണ് നമ്മൾ കൂടുതൽ നമ്മളെ തന്നെ താഴ്ത്താനായിട്ട് തുടങ്ങുന്നത്. യോബ് പറഞ്ഞ, ഞാൻ നിന്നെക്കുറിച്ചൊരു കേൾവി മാത്രമേ കേട്ടിരുന്നുള്ളൂ, ഇപ്പോൾ നിന്നെ ഞാൻ കണ്ണാൽ കാണുന്നു, അതുകൊണ്ട് ഞാൻ എന്നെ തന്നെ വെറുക്കുന്നു. അപ്പൊ ദൈവത്തോട് നമ്മൾ അടുത്ത് ചെല്ലും തോറും നമുക്ക് ദൈവഭയവും ദൈവത്തോടുള്ള ബഹുമാനവും വിശ്വാസവും വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. ദൈവഭയം വർദ്ധിക്കും തോറും ആണ് നമ്മൾ പാപത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യത്തിലേക്ക് വരുന്നതിന്റെ കാരണം. ദൈവഭയം എപ്പോഴും പാപം വിട്ടോടാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന കാര്യമാണ്. ഈ രാത്രി നമ്മൾ ഒന്നിച്ചായിരിക്കുമ്പം
നമ്മുടെ ഈ വിളിയുടെ മഹത്വത്തെക്കുറിച്ചുള്ള ഒരു ആന്തരിക ദർശനത്തിന്റെ ആവശ്യം നമുക്കുണ്ട്. എത്ര മഹത്വമുള്ള ഒരു പദവിയിലേക്കാണ് ദൈവം നമ്മളെ വിളിച്ച് വേർതിരിച്ചിരിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ആന്തരിക അറിവും ബോധ്യവും നമുക്കുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം സമൂലമായ ഒരു മാറ്റത്തിന് വിധേയമായി തീരും. നമ്മുടെ ചിന്താഗതികളിലും മനോഭാവങ്ങളിലും കാഴ്ചപ്പാടുകളിലെല്ലാം ഒരു വലിയ വ്യത്യാസം വരും. തുടർന്ന് 28-ാമത്തെ വാക്യം നമ്മൾ ഇങ്ങനെ വായിക്കുന്നു: കർത്താവ് ഭൂമിയിൽ തന്റെ വചനം നിവർത്തിച്ച് ക്ഷണത്തിൽ തീർക്കും എന്ന് വിളിച്ചു പറയുന്നു. പക്ഷെ 24-ാം വാക്യത്തിൽ നമ്മൾ വായിച്ചത് ദൈവം ദീർഘക്ഷമ കാണിക്കുന്നെന്നാണ്. ആ ദീർഘക്ഷമ കാണിക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തിയുടെ നിവൃത്തി വളരെ പെട്ടെന്നായിരിക്കും. സൊദോം ഗൊമോറയോടുള്ള ബന്ധത്തിൽ നമ്മളത് കാണുന്നുണ്ട്. ദൈവം ലോത്തിനെയും കുടുംബത്തെയും നിർബന്ധിക്കുന്ന കാണാൻ കഴിയും. വേഗം ഇവിടുന്ന് ഓടിപ്പോകാം, ഞാൻ ഇനി നശിപ്പിക്കാൻ പോവുകയാണ്. അവിടെ ഒരാളെ പോലും അവശേഷിപ്പിക്കാതെ ലോത്തിനെയും കുടുംബത്തെയും രക്ഷിച്ചതിന് ശേഷം സൊദോം ഗൊമോറയെ ഉന്മൂലനാശം ചെയ്തത് നമ്മൾ വായിക്കുന്നു. വളരെ പെട്ടെന്നായിരുന്നു ന്യായവിധി. നോഹയോടുള്ള ബന്ധത്തിലാണേലും നമുക്കത് കാണാനായിട്ട് കഴിയും. നമ്മള് പത്രോസിന്റെ ലേഖനത്തില് അതിനെക്കുറിച്ച് വായിക്കുന്നുണ്ട്. 1 പത്രോസ് 3-ാം അധ്യായത്തില് ദൈവം ഇവിടെ നമ്മളിങ്ങനെ വായിക്കുന്നത്, നോഹയോടുള്ള ബന്ധത്തിൽ പറയുമ്പോൾ ആത്മാവിൽ അവൻ ചെന്ന് പണ്ട് നോഹയുടെ കാലത്ത് പെട്ടകം ഒരുക്കുന്ന സമയം ദൈവം ദീർഘക്ഷമയോടെ കാത്തിരിക്കുമ്പം, അങ്ങനെ ദീർഘക്ഷമയോടെ കാത്തിരുന്ന ദൈവം പിന്നീടുള്ള ദൈവത്തിന്റെ പ്രവൃത്തി വളരെ പെട്ടെന്നായിരുന്നു. ദൈവം പെട്ടകത്തിന്റെ വാതിലടച്ചു, മഴ പെയ്യാൻ തുടങ്ങി നമ്മൾ വായിക്കുന്നു. അപ്പൊ ദൈവം ഒരു വലിയ കാത്തിരിപ്പ് നടത്തിയതിനു ശേഷം, ദീർഘക്ഷമ കാണിച്ചതിന് ശേഷം പിന്നീട് ദൈവത്തിന്റെ പ്രവൃത്തി വളരെ പെട്ടെന്നായിരിക്കും എന്നാ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. കർത്താവ് ഭൂമിയിൽ തന്റെ വചനം നിവർത്തിച്ച് ക്ഷണത്തിൽ തീർക്കും എന്ന് വിളിച്ചു പറയുന്നു. സൈന്യങ്ങളുടെ 29-ാം വാക്യത്തിൽ, സൈന്യങ്ങളുടെ കർത്താവ് നമുക്ക് സന്തതിയെ ശേഷിപ്പിച്ചില്ലെങ്കിൽ നാം സോദോം പോലെ ആകുമായിരുന്നു, ഗൊമോറയ്ക്ക് സാദൃശ്യമാകുമായിരുന്നു എന്ന് യെശയ്യാവ് മുൻകൂട്ടി പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ആ പദപ്രയോഗം വളരെ പ്രധാനപ്പെട്ടതാണ്. സൈന്യങ്ങളുടെ കർത്താവ് നമുക്ക് സന്തതിയെ ശേഷിപ്പിച്ചില്ലെങ്കിൽ, ആ ശേഷിപ്പ് എന്ന് പറയുന്നത് ദൈവം തന്റെ കരുണയിൽ ശേഷിപ്പിക്കുന്നതാണ്. ഇപ്പൊ സോദോമിനോടുള്ള ബന്ധത്തിൽ, സോദോം ഗൊമോറയോടുള്ള ബന്ധത്തിൽ അവിടെ ദൈവം ആരെയും ശേഷിപ്പിച്ചില്ല, ഉന്മൂലനാശം വരുത്തി എന്ന് നമ്മൾ വായിക്കുന്നത്. എന്നാൽ നമ്മളോടുള്ള ബന്ധത്തിൽ ദൈവം എപ്പോഴും ദീർഘക്ഷമ കാണിക്കാറുണ്ട്. 30-ാം വാക്യത്തിലാകിയാൽ നാം എന്തു പറയേണ്ടു? നീതിയെ പിന്തുടരാത്ത ജാതികൾ നീതി പ്രാപിച്ചു, വിശ്വാസത്താലുള്ള നീതി തന്നെ. നീതിയുടെ പ്രമാണം പിന്തുടർന്ന് ഇസ്രായേൽ പ്രമാണത്തെങ്കിൽ എത്തിയില്ല. നമ്മള് ദൈവത്തിൽ ഇങ്ങനെ വായിക്കുന്നു, അവൻ സ്വന്തമാതിലേക്ക് വന്നു, സ്വന്തമായവർ അവനെ കൈക്കൊണ്ടില്ല, അതുകൊണ്ട് അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. 30-ാം വാക്യത്തിൽ അതാ പറഞ്ഞിരിക്കുക, ആകിയാൽ നാം എന്ത് പറയേണ്ടു? നമ്മളെ കുറിച്ച് അവിടെ പറഞ്ഞിരിക്കുന്നത്, നീതിയെ പിന്തുടരാത്ത ജാതികൾ നീതി പ്രാപിച്ചു, വിശ്വാസത്താലുള്ള നീതി തന്നെ. 30-ാം വാക്യത്തിൽ പറയുന്നു, നീതിയുടെ പ്രമാണം പിന്തുടർന്ന ഇസ്രായേലോ ആ പ്രമാണത്തെങ്കിൽ എത്തിയില്ല. ഇത് നമ്മൾ ആഴത്തിൽ ഗ്രഹിക്കേണ്ട ഒരു കാര്യമായിരുന്നു. ഈ നീതിയോടുള്ള ബന്ധത്തിൽ നമ്മൾ വായിക്കുമ്പം കർത്താവ് ലൂക്കോസ് 15-ാം അധ്യായത്തിൽ ഒരു ഉപമ പറയുന്നുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായത്തില് 2 മക്കളുള്ള അപ്പനെ കുറിച്ച് അതിന്റെ 11 മുതലുള്ള വാക്യങ്ങളില്, അതിൽ ഇളയ മകൻ ചെയ്തൊരു കാര്യം, തനിക്കുള്ളതെല്ലാം മേടിച്ച് അവൻ പോയി മുഴുവൻ
നശിപ്പിച്ച് നാനാവിധമാക്കിയിട്ട് പിതാവിന്റെ ഭവനത്തെക്കുറിച്ച് ഓർത്ത് മടങ്ങി വരുന്ന ഒരു മകനെ കുറിച്ച് നമുക്ക് കാണാൻ കഴിയും. എന്നാൽ അപ്പന്റെ വീട്ടിൽ പാർക്കുന്ന ഒരു മകൻ ഉണ്ടായിരുന്നു അവിടെ, മൂത്ത പുത്രൻ. അപ്പന്റെ എല്ലാ വാക്കുകളും അനുസരിച്ച് അപ്പന്റെ എല്ലാ ഇഷ്ടങ്ങളും ചെയ്ത് അവന് അപ്പന്റെ ഭവനത്തില് ആയിരുന്നു. എന്നാൽ 28-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പം ഈ മകൻ വയലിൽ നിന്ന് വരുമ്പം നൃത്തവും വാദ്യവും ആഘോഷവും കേട്ടിട്ട് ഒരു ബാല്യക്കാരൻ ഒരുത്തനെ വിളിച്ച് 26-ാം വാക്യം ഇതെന്ത് എന്ന് ചോദിച്ചു. 27-ാം വാക്യം അവർ അവനോട് നിന്റെ സഹോദരൻ വന്നു, നിന്റെ അപ്പൻ അവനെ സൗഖ്യത്തോടെ കിട്ടിയത് കൊണ്ട് തടിച്ച കാളക്കുട്ടികളെ അറുത്തു എന്ന് പറഞ്ഞു. 28-ാം വാക്യം അപ്പോൾ അവൻ കോപിച്ച് അകത്ത് കടപ്പാൻ മനസ്സില്ലാതെ നിന്നു. അപ്പൻ പുറത്തു വന്നവനോട് അപേക്ഷിച്ചു. അവൻ അവനോട് ഇത്ര കാലമായി ഞാൻ നിന്നെ സേവിക്കുന്നു, നിന്റെ കൽപ്പന ഒരിക്കലും ലംഘിച്ചിട്ടില്ല. എന്നാൽ എൻ്റെ ചങ്ങാതികളുമായി ആനന്ദിക്കേണ്ടതിന് നീ ഒരിക്കലും എനിക്കൊരു ആട്ടിൻകുട്ടിയെ തന്നിട്ടില്ല. വേശ്യമാരോടുകൂടി നിന്റെ മുതൽ തിന്നു കളഞ്ഞായി നിന്റെ മകൻ വന്നപ്പോഴേക്കോ തടിച്ച കാളക്കുട്ടി അവന് വേണ്ടി അറുത്തുവല്ലോ എന്ന് ഉത്തരം പറഞ്ഞു. ഇവിടെ രണ്ടു തരം നീതിയെക്കുറിച്ച് നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഇസ്രായേലിനോടുള്ള ബന്ധത്തില് നമ്മൾ 31-ാം വാക്യത്തിൽ അതാ വായിച്ചത്. നമ്മള് ഇതിന്റെ പ്രാരംഭ ഭാഗത്ത് നമ്മൾ വായിച്ചിരുന്നു. 4-ാമത്തെ വാക്യത്തിൽ അവർ ഇസ്രായേലിയർ പുത്രത്വവും തേജസ്സും നിയമങ്ങളും ന്യായപ്രമാണവും ആരാധനയും വാക്തത്വങ്ങളും അവർക്കുള്ളവ, പിതാക്കന്മാരും അവർക്കുള്ളവർ തന്നെ, ജഡപ്രകാരം ക്രിസ്തു ആയിരുന്നല്ലോ ഉത്ഭവിച്ചത്. പക്ഷെ ആ ഇസ്രായേലിനെ ദൈവം തള്ളിക്കളഞ്ഞിട്ടാണ് ജാതികളായ നമ്മളെ തിരഞ്ഞെടുത്തത്. ആ ഇസ്രായേലിന് പറ്റിയപ്പോ ഒരു പരാജയം എന്താന്ന് ചോദിച്ചാൽ 32-ാം വാക്യത്തിൽ പറയുന്നുണ്ട്. 31 നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, നീതിയുടെ പ്രമാണം പിന്തുടർന്ന ഇസ്രായേൽ പ്രമാണത്തെങ്കിലും എത്തിയില്ല. അത് എന്തുകൊണ്ട്? വിശ്വാസത്താലല്ല, പ്രവൃത്തികളാൽ അന്വേഷിച്ചുകൊണ്ട് തന്നെ അവർ ഇടർച്ചക്കല്ലിന്മേൽ തട്ടി ഇടറി. നമ്മൾ ആ മൂത്ത പുത്രന്റെയും ഇളയപുത്രന്റെയും കഥയെ വായിക്കുമ്പോൾ ഈ ഇളയപുത്രൻ പിതാവിന്റെ ഭവനത്തിൽ പ്രവേശനം കിട്ടാനുള്ള കാര്യം അവന്റെ പ്രവൃത്തി കൊണ്ടല്ല, വിശ്വാസം കൊണ്ടാണ്. അവനൊരു പ്രവൃത്തിയില്ലായിരുന്നു, അവന്റെ പ്രവൃത്തി എല്ലാം മരണത്തിലേക്ക് നയിക്കുന്നതായിരുന്നു. പക്ഷെ അവൻ അപ്പനെ വിശ്വസിച്ചു, അപ്പന്റെ അടുക്കിലേക്ക് മടങ്ങി വന്നു. എന്നാൽ മൂത്ത മകൻ ആ വീട്ടില് ഈ അപ്പന്റെ എല്ലാ ഇഷ്ടവും ചെയ്തുകൊണ്ട് ജീവിക്കുമ്പോഴും അവന്റെ ഉള്ളിൽ അവൻ അസ്വസ്ഥനായിരുന്നു. ഈ ഒരു രംഗത്തൂടെ കടന്നു പോകുമ്പം ആ അസ്വസ്ഥത നമുക്ക് കാണാൻ കഴിയും അവന്റെ വാക്കുകളിൽ. അനിയനെ കുറ്റപ്പെടുത്തുകയും അപ്പനെ ചോദ്യം ചെയ്യുന്ന ഒരു മനോഭാവം നമുക്ക് അവിടെ കാണാൻ കഴിയും. അവൻ ഒത്തിരി പ്രശംസിക്കാനുണ്ട്, തന്നെ കുറിച്ച് തന്നെയുള്ള ഒത്തിരി പ്രശംസ. പരീശൻ പ്രാർത്ഥിച്ച പോലെ ഈ നിൽക്കുന്ന ചുങ്കക്കാരനെ പോലെയോ അല്ലായികയാൽ ഞാൻ നിന്നെ സ്തുതിക്കുന്നു. ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പിനോടുള്ള ബന്ധത്തിൽ നമ്മൾ ദൈവമുമ്പാകെ ആയിരിക്കുമ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കൃപയാലാണ്, പ്രവൃത്തിയാലല്ല. നമ്മൾ ആ മുടിയമ്പുത്രന്റെ കഥയിൽ അതാണ് വളരെ വ്യക്തമായിട്ട് വായിക്കുന്നത്. അവന്റെ പ്രവൃത്തി നോക്കിയാൽ അവൻ മരണത്തിന് യോഗ്യനാണ്. പക്ഷേ അവൻ വിശ്വാസത്താൽ അപ്പന്റെ അടുക്കിലേക്ക് വന്നു. ഞാൻ എൻ്റെ അപ്പന്റെ അടുക്കൽ പോകും എന്നവന് ഹൃദയത്തിൽ തീരുമാനിച്ചു. കാരണം അപ്പന്റെ സ്നേഹത്തെക്കുറിച്ചുള്ള, കരുണയെക്കുറിച്ചുള്ള ഒരു ആന്തരിക ബോധ്യവുമായിട്ടാണ് ആ മകൻ അപ്പന്റെ അടുക്കൽ വന്നത്. പക്ഷെ മൂത്ത മകൻ അപ്പന്റെ അടുക്കൽ നിന്നപ്പം തന്റെ പ്രവൃത്തിയാലായിരുന്നു അവൻ നിന്നിരുന്നത്. അവനെക്കുറിച്ച് തന്നെ പ്രശംസയുണ്ടായിരുന്നു. അപ്പന്റെ ഒരു കൽപ്പന പോലും ലംഘിക്കാത്ത, അപ്പന്റെ എല്ലാ ഇഷ്ടങ്ങളും ചെയ്യുന്ന. പക്ഷെ അവന്റെ ഉള്ളിൽ അവൻ അസംതൃപ്തനും അസ്വസ്ഥനുമായിരുന്നു. അവൻ ലഭിക്കാത്ത പലതിനെ കുറിച്ചുള്ള പരാതികൾ അവന്റെ ഉള്ളിലുണ്ടായിരുന്നു. നമ്മൾ യഥാർത്ഥത്തിൽ കർത്താവിലേക്ക് വരുമ്പം നമ്മളെക്കുറിച്ച് തന്നെ നമുക്ക് താഴ്ന്ന ചിന്തകളും ഒരു പ്രശംസയും നമ്മളിൽ ഉണ്ടാവത്തില്ല. പക്ഷെ എപ്പോഴൊക്കെ നാം നമ്മെ തന്നെ ശോധന ചെയ്യും, പലപ്പോഴും നമ്മിൽ തന്നെ നമ്മൾ പ്രശംസിക്കുമ്പം, പ്രശംസയുള്ളപ്പോഴാണ് നമ്മൾ മറ്റുള്ളവരെ വിധിക്കാനായിട്ട് തുടങ്ങുന്നത്. മറ്റുള്ളവരുമായിട്ട് നമ്മളെ തന്നെ താരതമ്യപ്പെടുത്തുകയും ആ പരീശൻ തന്റെ അടുക്കൽ നിന്ന് ചുങ്കക്കാരനോടുള്ള ബന്ധം ഈ ചുങ്കക്കാരനെ പോലെ അല്ലായികയാൽ
ഞാൻ നിന്നെ സ്തുതിക്കുന്നു. നമ്മളെ തന്നെ മറ്റുള്ളവരോട് താരതമ്യപ്പെടുത്തി അവരെക്കാളൊക്കെ ഞാനൊരു ശ്രേഷ്ഠനാണെന്നുള്ള ചിന്ത നമ്മളെപ്പോഴും പരീക്ഷിക്കപ്പെടുന്ന ഒരു കാര്യമാണ്. അത് പ്രത്യേകിച്ച് കുടുംബ ജീവിതത്തിൽ നമുക്ക് നമ്മളെക്കുറിച്ച് തന്നെ പലപ്പോഴും നമ്മുടെ പ്രവൃത്തികളെക്കുറിച്ച് നമുക്ക് പ്രശംസയുള്ളത് നമുക്ക് കാണാൻ കഴിയും. അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ പുറമേ പറഞ്ഞില്ലെങ്കിലും ഉള്ളിൽ തമ്മിൽ താരതമ്യപ്പെടുത്തുന്ന ഒരു ചിന്തയും, അതുകൊണ്ട് ആളെക്കാൾ ഞാൻ ദൈവത്തിന് അംഗീകാരയോഗ്യനാണ് എന്നുള്ളൊരു ചിന്തയും നമ്മുടെ ഉള്ളിൽ കാണാം. പക്ഷെ ആ മുടിയൻപുത്രനോടുള്ള ബന്ധത്തിൽ അവൻ അങ്ങനത്തെ ഒരു ചിന്തയില്ലായിരുന്നു. അവൻ അപ്പന്റെ അടുക്കൽ ഏറ്റു പറയുന്നുണ്ട്, നിന്റെ മകൻ എന്ന് വിളിക്കപ്പെടുവാനുള്ള യോഗ്യതയൊന്നും എനിക്കില്ല, നിന്റെ ഒരു ദാസന്മാരിൽ ഒരുത്തനായിട്ട് എന്നെ കണക്കാക്കിയാൽ മതി. സഹോദരന്മാരെ, നമ്മുടെ ഉള്ളിൽ അങ്ങനത്തെ ഒരു ചിന്താഗതിയാണോ ഉള്ളത്? ഒരു വലിയ പരീക്ഷ നമ്മുടെ ഉള്ളിൽ കാണാനായിട്ട് കഴിയും. നമ്മളെ തന്നെ മറ്റുള്ളവരോടുള്ള ബന്ധത്തിൽ താരതമ്യപ്പെടുത്തി പലതുകൊണ്ടും അവരെക്കാളൊക്കെ മെച്ചം ഞാനാണ് കേമൻ. അങ്ങനത്തെ ഒരു മനോഭാവം നമുക്ക് നിരന്തരമായിട്ട് കാണാൻ കഴിയും. അങ്ങനെ ഒരു മനോഭാവം നമ്മളുടെ ഉള്ളിലുണ്ടെങ്കിൽ നമ്മളും നീതീകരിക്കപ്പെടത്തില്ല. കാരണം നീതീകരണം പ്രവൃത്തിയാലല്ല, ദൈവത്തിന്റെ നന്മയിലുള്ള വിശ്വാസത്താലാണ്. നമ്മൾ റോമർ 5:1 അത് ചിന്തിച്ചിരുന്നു. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവ് യേശുക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. നമ്മളിലല്ല, ദൈവത്തിലുള്ള വിശ്വാസത്തിലാണ്, ദൈവത്തിന്റെ നന്മയിലുള്ള, ദൈവത്തിന്റെ കരുണയിലുള്ള, കൃപയിലുള്ള, ദീർഘക്ഷമയിലുള്ള, ദയയിലുള്ള ആശ്രയത്തിലാണ്, വിശ്വാസത്തിലാണ് നാമും നീതീകരിക്കപ്പെടാനായിട്ട് ഇടയായിത്തീരുന്നത്. അങ്ങനെ നീതീകരിക്കപ്പെടുന്ന ഒരാൾ എപ്പോഴും തന്നെക്കുറിച്ച് തന്നെ താഴ്ന്ന ചിന്തകളുള്ള ഒരാളായിരിക്കും. തന്നെത്താൻ മറ്റുള്ളവരായിട്ട് താരതമ്യപ്പെടുത്തുകയോ പല കാര്യങ്ങളും മറ്റുള്ളവരെക്കാൾ മെച്ചമാണ് ഞാനെന്ന് ചിന്തിക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ അടിസ്ഥാനപരമായി നമ്മളിൽ ചില പ്രശ്നങ്ങളുണ്ടെന്നാണ് അത് കാണിക്കുന്നത്. പക്ഷെ വിശ്വാസത്താൽ നീതീകരിക്കപ്പെടുന്ന ഒരു വ്യക്തിയോടുള്ള ബന്ധത്തിൽ നമ്മൾ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. ഗലാത്യലേഖനം 4-ാം അധ്യായത്തില് അപ്പോസ്തലൻ അവിടെ ഗലാത്യരുമായിട്ട് സംവാദിക്കുമ്പോൾ അവരോട് പറയുന്നൊരു കാര്യമുണ്ട്. എൻ്റെ 5-6 വാക്യങ്ങളില്, ഗലാത്യർ 5:5-6, 5-ാമത്തെ വാക്യം നമ്മളിങ്ങനെ വായിക്കുന്നു, ഞങ്ങളോ വിശ്വാസത്താൽ നീതി ലഭിക്കുമെന്നുള്ള പ്രത്യാശാ നിവൃത്തി ആത്മാവിനാൽ കാത്തിരിക്കുന്നു. ക്രിസ്തുയേശുവിൽ പരിച്ഛേദനയല്ല, അഗ്രചർമ്മവുമല്ല, സ്നേഹത്താൽ വ്യാപരിക്കുന്ന വിശ്വാസം അത്രേ കാര്യം. എന്ന് പറഞ്ഞാൽ ഈ പരിച്ഛേദനയും അഗ്രചർമ്മം ഇതിനെ പലപ്പോഴും ഇസ്രായേൽ തങ്ങളെക്കുറിച്ച് തന്നെ പ്രശംസിക്കുന്നവരായിരുന്നു. പൗലോസ് അപ്പോസ്തലൻ തന്റെ പ്രശംസ പറയുന്നുണ്ട്, 8-ാം നാൾ പരിച്ഛേദനയേറ്റവൻ. പുറമേയുള്ള ഒരു നീതിയിൽ ഊന്നി, തൻ്റെ പ്രവൃത്തികളാൽ ഉള്ളൊരു നീതിയിൽ ഊന്നി ദൈവമുമ്പാകെ നിൽക്കാൻ ശ്രമിക്കുന്ന ഒരു മനുഷ്യനെ കുറിച്ചാണ് നമ്മളിവിടെ വായിക്കുന്നത്. തൊട്ട് മുകളില് 4-ാം വാക്യത്തിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്ന, ന്യായപ്രമാണത്താൽ നീതീകരിക്കപ്പെടുവാൻ ഇച്ഛിക്കുന്ന നിങ്ങൾ ക്രിസ്തുവിനോട് വേർപെട്ടു പോയി, നിങ്ങൾ കൃപയിൽ നിന്ന് വീണുപോയി. ഞങ്ങളോ വിശ്വാസത്താൽ നീതി ലഭിക്കുമെന്നുള്ള പ്രത്യാശാ നിവൃത്തി ആത്മാവിനാൽ കാത്തിരിക്കുന്നു. എപ്പോഴും നമ്മൾ പരീക്ഷിക്കപ്പെടുന്ന ചില പ്രവൃത്തിയുടെ അടിസ്ഥാനത്തിൽ ദൈവമുമ്പാകെ നിൽക്കാനായിട്ടാണ്. ഒരു ദിവസം നമ്മൾ കുറച്ചു നേരം വചനം വായിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, അങ്ങനെ ചില അനുഭവങ്ങൾ കടന്നു പോയി കഴിയുമ്പോൾ നമ്മൾ ഉള്ളിൽ തന്നെ നമുക്കൊരു ചിന്ത വരും, ഇന്ന് എനിക്ക് ദൈവത്തിന്റെ മുമ്പാകെ ധൈര്യമായിട്ട് നിൽക്കാം. കാരണം ഞാൻ ചില പ്രവൃത്തികളൊക്കെ ചെയ്തിട്ടാ വരുന്നത്. നമ്മളവിടെ പ്രവൃത്തികളാൽ ദൈവം മുമ്പാകെ നിൽക്കാനായിട്ടാണ് ശ്രമിക്കുന്നത്. അസാധ്യമായൊരു കാര്യമാണ്. നമ്മുടെ പ്രവൃത്തി കൊണ്ട് ഒരിക്കലും നമുക്ക് ദൈവത്തിന്റെ മുമ്പിൽ നിൽക്കാൻ കഴിയത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ റോമാലേഖനത്തിൽ വായിച്ചത് 15-ാമത്തെ വാക്യത്തിന്റെ 2-ാമത്തെ ഭാഗത്ത്, അതുകൊണ്ട് ഇച്ഛിക്കുന്നവനാലല്ല, ഓടുന്നവനാലുമല്ല,
കരുണ തോന്നുന്ന ദൈവത്താൽ അത്രേ സകലവും സാധിക്കുന്നത്. പഴയ നിയമകാലത്ത് ഇസ്രായേലിനോടുള്ള ബന്ധത്തിൽ ദൈവം പറയുമ്പോഴൊക്കെ ഞാൻ ചെയ്യാന്നാ പറഞ്ഞിരുന്നത്. പുതിയ നിയമത്തിലും അതിന് വ്യത്യാസമൊന്നുമില്ല. യൂദയുടെ ലേഖനത്തില് അതിന്റെ 24-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്ന 24-25 വാക്യങ്ങളില്, വീഴാതെ വണ്ണം നിങ്ങളെ സൂക്ഷിച്ച് തന്റെ മഹിമാസന്നിധിയിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്താൻ ശക്തിയുള്ളവന് നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു മാത്രം നമ്മുടെ ഏകദൈവത്തിന് തന്നെ സർവകാലത്തിനു മുമ്പ് ഇപ്പോഴും സദാകാലത്തോളവും തേജസ്സും മഹിമയും ബലവും അധികാരവും ഉണ്ടാകുമാറാകട്ടെ. ആമേൻ. വീഴാതെ വണ്ണം നിങ്ങളെ സൂക്ഷിച്ച്. ദൈവമാണ് നമ്മളെ സൂക്ഷിക്കുന്നത് അല്ലെ? ഇന്നത്തെ പെന്തക്കോസ്ത് ലോകത്തിലുള്ള പാട്ടുകളൊക്കെ ഉണ്ടല്ലോ, നിന്നതല്ല ഞാൻ, ദൈവം നമ്മെ നിർത്തിയതാം, നേടിയതല്ല, എല്ലാം ദൈവം തന്നതല്ലോ. ഇതൊരു വലിയ ആഴമേറിയ ഒരു സത്യമാണ്. ആ ഒരു സത്യത്തിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞാൽ, യോഹന്നാൻ 5:5, 1 യോഹന്നാൻ 5:5 ഇങ്ങനൊരു വാക്യം നമ്മൾ വായിക്കുന്നുണ്ട്. 1 യോഹന്നാൻ 5-ാം അധ്യായം അല്ല, മൂന്നാമത്തെ വാക്യം 1 യോഹന്നാൻ 5:3 അവന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നതല്ലോ ദൈവത്തോടുള്ള സ്നേഹം, അവന്റെ കൽപ്പനകൾ ഭാരമുള്ളവയല്ല. ഈ ഒരു സത്യത്തിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാല് ദൈവകൽപ്പനയൊന്നും ഭാരമുള്ളതല്ല. അതിന്റെ കാരണം നമ്മൾ ഈ പ്രവൃത്തി ചെയ്യുന്നത് ദൈവം തന്നെയാണ്. സാഗ്ലർ പലപ്പോഴും പറയാറുണ്ട്, പഴയ നിയമം നമ്മൾ ദൈവത്തിനു വേണ്ടി ചിലതൊക്കെ ചെയ്യാൻ ശ്രമിക്കുന്നതാണെങ്കിൽ, പുതിയ നിയമം ദൈവം നമുക്ക് വേണ്ടി ചിലതൊക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതാണ്. എഴുതാൻ അറിയാത്ത ഒരു കുഞ്ഞിനെ ഒരു പിതാവ് കൈ പിടിച്ചെഴുതിക്കുന്നത് പോലെ ദൈവം നമ്മളിലൂടെ ചിലതൊക്കെ ചെയ്യാം, നമ്മിലും നമ്മളിലൂടെയും. അപ്പൊ അതിന്റെ പ്രശംസയെല്ലാം ദൈവത്തിനാ പോകുന്നത്. എനിക്ക് പ്രശംസിക്കാനായിട്ട് ഒന്നുമില്ല. എനിക്ക് എന്തെങ്കിലും പ്രശംസയുണ്ടെങ്കിൽ 1 കൊരിന്ത്യർ 1-ാം അധ്യായം നമ്മൾ വായിക്കുന്ന പോലെ, പ്രശംസിക്കുന്നവൻ കർത്താവിൽ പ്രശംസിക്കട്ടെ. പക്ഷെ നമ്മൾ പലപ്പോഴും പരസ്പരം നമ്മളെ തന്നെ മറ്റുള്ളവരോട് താരതമ്യപ്പെടുത്തുകയും നമുക്ക് തന്നെ മാർക്കിടുകയും ഞാൻ മറ്റുള്ളവരെക്കാൾ എനിക്കെന്തോ മെച്ചമുണ്ടെന്ന് ചിന്തിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ നാം നമ്മെ തന്നെ വഞ്ചിക്കുകയാണ് ചെയ്യുന്നത്. കാരണം ഇതെല്ലാം ദൈവത്തിൽ തുടങ്ങി ദൈവത്തിൽ തുടർന്ന് ദൈവത്തിൽ അവസാനിക്കുന്ന കാര്യങ്ങളാണ്. രണ്ട് കൊരിന്ത്യർ 3:5 അപ്പോസ്തലൻ പറയുന്നുണ്ട്, ഞങ്ങളിൽ നിന്ന് വല്ലതും പുറപ്പെടും തക്കവണ്ണം. നമുക്ക് ആ വാക്യം നോക്കാം. 2 കൊരിന്ത്യർ ലേഖനം 3-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യമാണ്. ഞങ്ങളിൽ തന്നെ സ്വയമായി വല്ലതും സങ്കല്പിക്കാൻ ഞങ്ങൾ പ്രാപ്തരെന്നല്ല, ഞങ്ങളിൽ തന്നെ വരും പോലെ. സ്വയമായി വല്ലതും സങ്കല്പിക്കാൻ പ്രാപ്തരെന്നല്ല, ഞങ്ങളുടെ പ്രാപ്തി ദൈവത്തിന്റെ ദാനം അത്രേ. അപ്പൊ ഞങ്ങൾ എന്തെങ്കിലും സങ്കല്പിക്കുന്നുണ്ടെങ്കിൽ അത് ദൈവത്തിന്റെ ദാനമായിട്ടാ ചെയ്യുന്നത്. ഞങ്ങൾ സ്വയമായിട്ട് ചെയ്യുന്നതല്ല, ദൈവം ഞങ്ങളിലൂടെ ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പ്രശംസിക്കാനൊന്നുമില്ല. നമ്മൾ എന്തെങ്കിലുമൊക്കെ നമ്മളെക്കുറിച്ച് തന്നെ താരതമ്യപ്പെടുത്തുകയും പ്രശംസിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ കൃപയിൽ നിന്ന് വീണുപോയൊരു വ്യക്തിയാണെന്നുള്ള കാര്യം മനസ്സിലാക്കണം. നമ്മൾ വിശ്വാസത്തിലല്ല നിൽക്കുന്നത്. അതാണ് 32-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. 9:32 റോമർ. അത് എന്തുകൊണ്ട്? വിശ്വാസത്താലല്ല, പ്രവൃത്തികളാൽ അന്വേഷിച്ചുകൊണ്ട് അവർ ഇടർച്ചക്കല്ലിന്മേൽ തട്ടിയിടറി. അവരെപ്പോഴും ശ്രമിച്ചുകൊണ്ടിരുന്നത് ഈ കൽപ്പനകളൊക്കെ അനുസരിച്ച് ദൈവത്തെ പ്രസാദിപ്പിക്കാനായിട്ടുള്ള ഒരു പോരാട്ടത്തിലായിരുന്നു. നമ്മൾ വായിക്കുന്നുണ്ട്,
അതിന്റെ 3-ാം അധ്യായം 20 ഒരു ജഡവും ഇല്ല, ന്യായന്റെ പരിജ്ഞാനം അത്ര വരുന്ന സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ന്യായപ്രമാണം എല്ലാം നമുക്ക് കാണാൻ കഴിയും. അപ്പൊ മറ്റേത് നമുക്കറിയാം, പഴയ നിയമകാലത്തെല്ലാം ദൈവത്തെ അന്വേഷിക്കുന്നവരുള്ളിൽ ഒരു ഭീതി ഉണ്ടായിരുന്നു. ആരാധിക്കാൻ ദേവാലയത്തിൽ വരുമ്പോഴും ഒരു ഭയം ഉണ്ടായിരുന്നു അവർക്ക്. പക്ഷേ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ആ ഭീരുത്വത്തിന്റെ ആത്മാവിൽ നിന്ന് ദൈവം നമ്മളെ സ്വതന്ത്രരാക്കി പുത്രത്വത്തിന്റെ ആത്മാവിനാൽ നമ്മളെ നിറച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. ദാസ്യത്വത്തിന്റെ ആത്മാവ് എപ്പോഴും ഭയമുള്ള ഒരു ആത്മാവാണ്. അതേസമയം പുത്രത്തിന്റെ ആത്മാവ് എന്ന് പറയുന്നത് സ്വാതന്ത്ര്യത്തിന്റെ ആത്മാവാണ്. യോഹന്നാൻ അപ്പോസ്തലൻ അതുകൊണ്ടാണ് പറഞ്ഞത്, തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കുന്നു. അപ്പൊ ദൈവസ്നേഹത്തിൽ നമ്മള് വേരൂന്നും തോറും നമ്മൾ കൂടുതൽ കൂടുതൽ ഭയത്തിൽ നിന്ന് സ്വതന്ത്രരായിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് എഫെസ്യർ 3-ാം അധ്യായത്തിൽ അപ്പോസ്തലൻ എഴുതുമ്പോൾ ദൈവസ്നേഹത്തിന്റെ നീളം, വീതി, ആഴം, ഉയരം ഗ്രഹിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് അപ്പോസ്തലൻ പ്രാർത്ഥിക്കുന്ന നമുക്ക് കാണാൻ കഴിയും. ന്യായപ്രമാണ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒന്നിൽ തെറ്റിയാൽ അവൻ എല്ലാത്തിലും കുറ്റക്കാരനായി തീർന്നു. സ്വന്തം ശക്തി കൊണ്ടായിരുന്നു അവര് എപ്പോഴും ഇത് ആചരിക്കാനായിട്ട് ശ്രമിച്ചിരുന്നത്. സ്വന്തം ശക്തി കൊണ്ട് ഒരിക്കലും ന്യായപ്രമാണം ആചരിക്കാനായിട്ട് കഴിയത്തില്ല. ദൈവശക്തി കൊണ്ട് മാത്രമേ കഴിയത്തുള്ളൂ. അതുകൊണ്ടാണ് ദൈവം തന്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മളെ നിറയ്ക്കുന്നത്. യേശുക്രിസ്തുവിനെ കുറിച്ച് റോമർ 8 നമ്മൾ വായിച്ചിട്ടുണ്ട്. അതിന്റെ 3-ാമത്തെ വാക്യത്തിൽ 3-4 വാക്യങ്ങളിൽ ജഡത്താളുടെ ബലഹീന നിമിത്തത്തിന് ന്യായപ്രമാണത്തിന് കഴിയാഞ്ഞതിനെ സാധിക്കുവാൻ ദൈവം തന്റെ പുത്രനെ പാപജടത്തിന്റെ സാദൃശ്യത്തിലും പാപം നിമിത്തം അയച്ചു. പാപത്തിന് ജഡത്തിൽ ശിക്ഷ, ജഡത്തെ അല്ല ആത്മാവിനെ അത്ര അനുസരിച്ച് നടക്കുന്ന നമ്മൾ ന്യായപ്രമാണത്തിന്റെ നീതി നിവൃത്തിയാകേണ്ടതിന് തന്നെ. വിശ്വാസത്തിന്റെ വഴിയിൽ നമ്മൾ നടക്കുമ്പോൾ അപ്പോസ്തലൻ ഒരു ഭാഗത്തേക്ക് കൊരിന്ത്യരോട് പറഞ്ഞു, വിശ്വാസത്തിന്റെ അതേ ആത്മാവ് ഉള്ളത് കൊണ്ട് ഞങ്ങളും സംസാരിക്കുന്നു. സഹോദരന്മാരെ, ഈ പരിശുദ്ധാത്മാവിന്റെ നിറവ് അതിലൂടെ മാത്രമേ ദൈവകൽപ്പനകളുടെ വഴിയിലൂടെ നമുക്ക് നടക്കാനായിട്ട് കഴിയത്തുള്ളൂ. കാരണം ആത്മാവാണ് നമ്മളെ നടത്തുന്നത്. അതുകൊണ്ടാണ് 8:4 നമ്മളിങ്ങനെ വായിക്കുന്നു, ജഡത്തെയല്ല ആത്മാവിനെ അത്ര അനുസരിച്ച് നടക്കുന്ന നമ്മിൽ ന്യായപ്രമാണത്തിന്റെ നീതി നിവൃത്തിയാകേണ്ടതിന് തന്നെ. ഗലാത്യലേഖനത്തിലേക്ക് വരുമ്പം അതിന്റെ 5-ാം അധ്യായത്തില് ഗലാത്യ വിശ്വാസികൾക്ക് അപ്പോസ്തലൻ എഴുതുമ്പം അവർക്ക് പറ്റിപ്പോയൊരു വലിയ പരാജയം ഒരു പ്രവൃത്തികളാൽ നീതീകരിക്കപ്പെടാൻ ശ്രമിച്ചു എന്നുള്ളതാണ്. തുടർന്ന് 5:25 നമ്മൾ വായിക്കുന്നു, ആത്മാവിനാൽ നാം ജീവിക്കുന്നുവെങ്കിൽ ആത്മാവിനെ അനുസരിച്ച് നടക്കുകയും ചെയ്യുക. 5:16 നമ്മളിങ്ങനെ വായിക്കുന്നു, ആത്മാവിനെ അനുസരിച്ച് നടപ്പീൻ, എന്നാൽ നിങ്ങൾ ജഡത്തിന്റെ മുഖം നിവർത്തിക്കുകയില്ല എന്ന് ഞാൻ പറയുന്നു. നമ്മളെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കാൻ ദൈവം തന്റെ ആത്മാവിനെ നമ്മുടെ ഉള്ളിലാക്കി ആത്മാവിൽ നമ്മൾ നടന്നാണ് ഈ വിജയത്തിന്റെ വഴിയിലൂടെ മുന്നോട്ട് പോകുന്നത്. അവിടെ നമ്മുടെ പ്രവൃത്തികളല്ല, നമ്മൾ ആത്മാവിനെ അനുസരിച്ച് നടക്കുന്ന വഴി നമ്മൾ സംഭവിക്കുന്ന ഒരു രൂപാന്തരമാണ് നമ്മളെ ഈ ഒരു പ്രക്രിയ ചെയ്യാനായിട്ട് സഹായിക്കുന്നത്. റോമർ 8 തുടർച്ചയായിട്ട് ആ കാര്യങ്ങളെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ ജഡസ്വഭാവം ഉള്ളവരല്ല, ആത്മസ്വഭാവം ഉള്ളവരത്രേ. ആത്മാവിന്റെ പിന്നാലെ നടക്കുന്ന ഒരാള് ആത്മസ്വഭാവം ഉള്ളവനായിത്തീരും. ജഡത്തിന്റെ പിന്നാലെ നടക്കുന്നവൻ ജഡസ്വഭാവം ഉള്ളവനായിത്തീരും.
അപ്പൊ ജഡസ്വഭാവത്തിൽ നമ്മളെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കാനായിട്ടാണ് ആത്മാവിനെ നമ്മുടെ ഉള്ളിലാക്കിയിട്ട് നമ്മളോട് പറയുന്നത് ജഡത്തെ അനുസരിച്ച് നടക്കരുത്, നടന്നാൽ മരിക്കും നിശ്ചയം. ഈ ഒരു ആത്മീയ സത്യങ്ങൾ നമ്മൾ കണ്ടെത്തി കഴിയുമ്പം നമ്മൾ വലിയൊരു സ്വാതന്ത്ര്യത്തിലേക്ക് കടന്നു വരും നമുക്ക് കാണാനായിട്ട് കഴിയും. ഇപ്പം ന്യായപ്രമാണത്തോടുള്ള ബന്ധത്തിൽ ഒരു കൽപ്പന ലംഘിക്കുന്ന ആള് ഭയത്തിന്റെ ആത്മാവിലായിരിക്കും ജീവിക്കുന്നത്. പക്ഷേ ഈ പുതിയമത്തിലേക്ക് വരുമ്പം നമുക്ക് ആ ദാസ്യത്തിന്റെ ആത്മാവെന്നുള്ള വിടുതൽ കിട്ടിയിട്ട് നമ്മൾ പരിശുദ്ധാത്മാവിന്റെ വിധേയത്വത്തിൽ നടക്കുന്നിടത്ത് ആ ഒരു ഭയം നമുക്കില്ല. കാരണം കൃപ എപ്പോഴും നമ്മളെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കാനായിട്ടാണ് ദൈവം കൃപ നമുക്ക് തന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ അന്തരാത്മാവിൽ എപ്പോഴും നമ്മൾ പാപത്തെ ജയിക്കാൻ ആഗ്രഹിക്കുക, പാപത്തിൽ തുടരാനല്ല. റോമർ 6:14 അതുകൊണ്ടാണ് പറഞ്ഞത്, നിങ്ങള് ന്യായപ്രമാണത്തിനല്ല കൃപയ്ക്കത്ര അധീനരാകിയാൽ പാപം നിങ്ങളിൽ അധികാരം നടത്തത്തില്ല, പാപം നിങ്ങളെ ഭരിക്കത്തില്ല. അപ്പൊ കൃപയുടെ ആത്മാവ് നമ്മളെ എപ്പോഴും സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുന്നത്, നമ്മളെ ആത്മാവിൽ ബലപ്പെടുത്തി ജഡാഭിലാഷത്തോടും ലോകത്തിന്റെ ഇച്ഛകളോട് എതിർത്ത് നിൽക്കാൻ നമ്മളെ ശക്തീകരിച്ച് നമ്മുടെ ചിന്താമണ്ഡലത്തിൽ എപ്പോഴും ഉയരത്തിലെ ചിന്തകൾ തന്ന് ദൈവത്തിൽ പ്രശംസിക്കുന്ന, ദൈവത്തിൽ സന്തോഷിക്കുന്ന ഒരു ജീവിതത്തിലേക്ക് നമ്മളെ നടത്തുന്നതാണ്. യേശുവിനെ കുറിച്ച് പറഞ്ഞതുപോലെ അവന്റെ പ്രമോദം യഹോവ ഭക്തിയിൽ ആയിരിക്കുമെന്ന് നമ്മൾ വായിക്കുന്ന പോലെ ഈ ആത്മാവിന്റെ നിറവിൽ ജീവിക്കുന്ന ഒരാളിൽ എപ്പോഴും അവൻ ദൈവഭക്തിയിലായിരിക്കും പ്രമോദിക്കുന്നത്. അവന്റെ ചിന്ത ഉയരത്തിലുള്ളതായിരിക്കും, ജഡത്തിനെ കുറിച്ച് ആയിരിക്കത്തില്ല. ഈ കൃപയുടെ ആത്മാവിൽ നമ്മൾ നടക്കുന്നിടത്ത് നമ്മൾ ഈ മരണഭീതിയിൽ നിന്നും ഭയത്തിൽ നിന്നും സ്വതന്ത്രരായിരിക്കും. നമുക്ക് പിതാവിനോടുള്ള ബന്ധത്തിൽ, ദൈവത്തോടുള്ള ബന്ധത്തിൽ അബ്ബാ പിതാവേ എന്ന് വിളിച്ച് ഏത് സമയത്തും നമുക്ക് അടുത്ത് ചെല്ലാനുള്ള ഒരു ധൈര്യം ഉണ്ടാവും. പക്ഷെ പഴയ നിയമകാലത്തിൽ അങ്ങനെ ധൈര്യം അവർക്കില്ലായിരുന്നു. ഒരു മോശയോട് പറഞ്ഞതുപോലും ദൈവം ഞങ്ങളോട് സംസാരിക്കണ്ട, നീ സംസാരിച്ചാൽ മതി, നീ ദൈവത്തിൽ നിന്ന് കേട്ട് ഞങ്ങളോട് സംസാരിച്ചാൽ മതി. പക്ഷെ പുതിയമത്തിലേക്ക് വരുമ്പം ദൈവശബ്ദം കേൾക്കുന്നതിലാണ് ഒരു വിശ്വാസി പ്രമോദിക്കുന്നത്. ദൈവം സംസാരിക്കാതിരിക്കുമ്പോൾ അവന്റെ ഹൃദയത്തിന് അത് ഭാരമാണ്. ദൈവത്തിന്റെ ശബ്ദം കേൾക്കുന്ന അവനെ എപ്പോഴും സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യമാണ്. നമ്മൾ ഒരു പാട്ടിൽ ഇങ്ങനെ പാടാറുണ്ട്, പരനെ നിന്നെ കാണുവാൻ എനിക്ക് അധികം കൊതിയുണ്ട്. ഒരു പുതിയ വിശ്വാസിയുടെ ഒരു ഹൃദയത്തിന്റെ അവസ്ഥ അതാ. ദൈവത്തെ കാണാൻ, ദൈവത്തിൽ നിന്ന് കേൾക്കാൻ, ദൈവത്തിന്റെ പിന്നാലെ നടക്കാൻ അവന്റെ ഉള്ളം ഇങ്ങനെ തുടിച്ചുകൊണ്ടായിരിക്കും ഇരിക്കുന്നത്. പക്ഷെ പഴയ കാലത്ത് അതിന് വിരുദ്ധമായൊരു മനോഭാവം അവർക്കുണ്ടായിരുന്നേ. ദൈവം സംസാരിക്കുന്നത് കേൾക്കുന്നത് പോലും അവർക്ക് ഭയമായിരുന്നു. അതിന്റെ കാരണം പ്രവൃത്തിയാൽ അവർ അന്വേഷിക്കുകയും ആ പ്രവൃത്തി കൊണ്ട് ദൈവമുമ്പാകെ നിൽക്കാൻ അവർക്ക് കഴിയില്ലെന്നുള്ള ആന്തരിക ബോധ്യം ഉണ്ടായിരിക്കുകയും ചെയ്തുകൊണ്ട് തന്നെ അവരെന്നും ഒരു ഭയത്തിലാണ് ജീവിച്ചിരുന്നത്. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വാഗ്ദത്തത്താൽ ജനിച്ച മക്കളാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ദൈവത്തിന്റെ അടുക്കിലേക്ക് എല്ലാ സമയത്തും അബ്ബാ പിതാവേ എന്ന് വിളിച്ചുകൊണ്ട് ഓടിച്ചെല്ലാനുള്ള ഒരു ധൈര്യം ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. ഒരു സ്നേഹം. 1 യോഹന്നാൻ 3:1 വായിക്കുന്ന, കാൺമീൻ ദൈവ മക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് എത്ര വലിയ സ്നേഹം നമുക്ക് നൽകിയിരിക്കുന്നു. പഴയ നിയമകാലത്ത് അവർക്ക് ഒത്തിരി കൽപ്പനകളാണ് കൊടുത്തത്. പക്ഷെ പുതിയമത്തിലേക്ക് വരുമ്പം ദൈവത്തിന്റെ സ്നേഹമാണ് നമ്മുടെ ഉള്ളിൽ പകർന്നിരിക്കുന്നത്. പിതാവിന്റെ സ്നേഹം നമ്മുടെ ഉള്ളിൽ പകർന്നിരിക്കുന്നു. ആ സ്നേഹം എപ്പോഴും അപ്പന്റെ അടുക്കിലേക്ക് ഓടിച്ചെല്ലാനും അപ്പന്റെ ഇഷ്ടം ചെയ്യാനും അപ്പനിൽ പ്രമോദിക്കാനും നമ്മളെ ഉത്സാഹിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ രാത്രി നമ്മൾ വചനത്തിന് മുമ്പാകെ ഒന്നിച്ചായിരിക്കുമ്പം
നമുക്ക് ഈ സത്യങ്ങളിലേക്ക് നമ്മുടെ ഹൃദയത്തിന്റെ കണ്ണുകളെ തുറക്കാനായിട്ട് നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. ഈ ഒരു സ്വാതന്ത്ര്യത്തിലും സ്വസ്ഥതയിലും സമാധാനത്തിലും ജീവിക്കാനായിട്ടാണ് തന്റെ പുത്രനെ ദൈവം നമുക്കായിട്ട് ഈ ഭൂമിയിലേക്ക് അയച്ചത്. പുത്രനിലൂടെ ലഭിച്ചിരിക്കുന്ന ഈ നന്മകളെല്ലാം കണ്ടെത്തി അവകാശമാക്കി ആ സ്വാതന്ത്ര്യത്തിന്റെ വഴിയിൽ നടന്ന് ദൈവേഷ്ടം നിറവേറ്റാനായിട്ട് നമുക്ക് നമ്മളെ തന്നെ സമർപ്പിക്കാം. അതിനായിട്ട് കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവ്വസ്നേഹങ്ങളുടെ പിതാവേ, രാത്രിക്കായിട്ട് നന്ദിയോടെ സ്തുതിക്കുന്നു. ഈ ഭൂമിയില് അവിടുത്തെ സന്നിധിയിലായിരിക്കാനും അവിടുത്തെ വചനം ശ്രവിപ്പാനും ചിന്തിപ്പാനൊക്കെ അങ്ങ് തരുന്ന അവസരങ്ങൾക്കായിട്ട് നന്ദി പറയുന്നു. അടികളുടെ ആന്തരിക കണ്ണുകളെ തുറന്ന് ഈ സത്യങ്ങൾ ഗ്രഹിച്ച് അത് നൽകുന്ന സ്വാതന്ത്ര്യവും സമാധാനവും സ്വസ്ഥത അനുഭവിച്ച് ആ സ്വസ്ഥതയിൽ ജീവിച്ച് അവിടുത്തെ നാമത്തെ മഹത്വപ്പെടുത്തുവാൻ ഇടയങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ചോദിക്കുന്നു പിതാവേ,